അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ഇപ്പോൾ VPP മുസ്തഫയോട് ചോദിച്ച അതേ കാര്യം ഞാൻ അങ്ങയോടും ചോദിക്കുകയാണ്. UDFന്റെ വിജയം വർഗീയ വോട്ടുകൾ നേടിയുള്ള വിജയം എന്ന രൂപത്തിൽ BJPയും CPMും ഒരുപോലെ പ്രതികരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും വാദം ഒന്നാണ്. നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട് സമാനമായ നിലപാടെടുക്കുന്നത്. നിങ്ങൾക്ക് ഭൂരിപക്ഷ വോട്ട് കിട്ടാൻ രണ്ടു കൂട്ടർക്കും ഒരേ തന്ത്രങ്ങൾ എന്ന രൂപത്തിലാണ് അതിനെ വിലയിരുത്തുന്നത്. അതിനുള്ള മറുപടി എന്താണ്? അല്ല, ഞങ്ങളുടെയും CPMൻ്റെയും വാദം ഒന്നല്ല, രണ്ടും രണ്ടാണ്. നോക്കൂ, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് 1941 ഓഗസ്റ്റിൽ ലാഹോറിൽ വെച്ച് ഇസ്ലാമിക രാഷ്ട്രീയ സംവിധാനം സൃഷ്ടിക്കാൻ, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം സൃഷ്ടിക്കാൻ, ശരിയ നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണം സൃഷ്ടിക്കാൻ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന സംഘടനയാണ്. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർ. ഇന്ത്യയിലെ യൂണിറ്റിൻ്റെ കീഴിലല്ല കാശ്മീരിലെ യൂണിറ്റ്, രണ്ടും രണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ രണ്ട് മുന്നണികളും അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഇപ്പോൾ പഴയകാല ചരിത്രമൊന്നും വേണ്ട. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ LDFുമായി ചർച്ച ചെയ്ത് സഖ്യത്തിൽ ഏർപ്പെട്ടവരാണ്. അതായത് AKG സെൻട്രൽ വെച്ച് ചർച്ച നടന്നു. അതിൻ്റെ അടുത്തുള്ള കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ വെച്ച് ചർച്ച നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്നെന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി തന്നെ നിന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ മുക്കം മുനിസിപ്പാലിറ്റി ഉദാഹരണം. ആ രീതിയിൽ ഒരു സഖ്യത്തിൻ്റെ അടിസ്ഥാനമായി അന്ന് അവർ 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തിന്. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ 24 അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ, അവർക്കൊരു അജണ്ടയുണ്ട്, അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലാകാലം ഇരു മുന്നണികളുമായി അവർ വെറുതെ പോകുന്ന വഴിക്ക് നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ, അപ്പോൾ ഏതായാലും അവിടെ ഷൗക്കത്ത് ആര്യാടനല്ലേ മത്സരിക്കുന്നത്, എന്നാൽ കയറി പിന്തുണച്ച് കളയാം എന്നൊന്നും പറഞ്ഞ് പിന്തുണയ്ക്കുന്നവരൊന്നല്ല. അതൊക്കെ കൃത്യമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ, കണ്ടീഷനുകൾ വെച്ചിട്ട് നടത്തുന്ന ചർച്ചകളുടെ പരിണിത ഫലമായി ഉണ്ടാവുന്ന അണ്ടർസ്റ്റാൻഡിങ്ങാണ്, ഒത്തുതീർപ്പുകളാണ്. അങ്ങനെയാണ് അവർ പിന്തുണ കൊടുക്കുന്നത്. ഇപ്പോൾ അവർ ഇടതുപക്ഷത്തിൽ നിന്നും 2-3 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷങ്ങൾക്ക് സഹായിച്ചതിന് ശേഷം ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെയും കാര്യത്തിൽ അവരുടെ നയത്തിലൊരു മാറ്റമുണ്ടായിട്ടുണ്ട്. അവർ ഐക്യമുന്നണിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നടന്നത്. അല്ലാണ്ട് ഇത് ഈ ഇടതുപക്ഷം പറയുമ്പോൾ ഇടതുപക്ഷത്തിൽ അങ്ങനെ കൈയ്യഴുകാനൊന്നും പറ്റില്ല. അവരൊക്കെ കൃത്യമായ ചർച്ച നടത്തി, കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ചർച്ച നടത്തി, സംസ്ഥാന സെക്രട്ടറി തന്നെ ചർച്ച നടത്തി തീരുമാനിച്ചാന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസമായി TV ചാനലുകൾ വന്ന് പരസ്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതേപോലത്തെ ചർച്ച നടന്നിട്ടുണ്ട്. അങ്ങനെയല്ലാണ്ട് ഒന്നും അവരൊന്നും ആ വെറുതെ പോകുന്ന വഴിക്ക് ഒരു പിന്തുണ കൊടുക്കുന്നു. പല രീതിയിൽ ചില തെരഞ്ഞെടുപ്പുകളിൽ ചില സ്ഥാനാർത്ഥികൾക്ക് എന്ന രൂപത്തിലും ആ പിന്തുണ വന്നിട്ടുണ്ട്. ചിലയിടത്ത് LDFന്, ചിലയിടത്ത് UDFന് എന്ന രൂപത്തിലും വന്നിട്ടുണ്ട്. അതവർ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അതല്ല നമ്മുടെ തർക്കം. ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കും അവർക്കും ഒരേ സ്വരം വന്നിട്ടുണ്ടോ? ഞങ്ങളും അവരും തമ്മിൽ എന്തിനാ ഒരേ സ്വരം? ചുമന്നുകൊണ്ട് നടന്നത് കക്ഷി പറഞ്ഞുതരാ അവരുടെ കേക്കട്ടെ അവരുടെ സഖ്യകക്ഷി, അതായത് രഹസ്യ സഖ്യകക്ഷി, CPMൻ്റെ ഇടതു മുന്നണിയുടെ ഒരു രഹസ്യ സഖ്യകക്ഷി, ആ മുന്നണി അല്ലെങ്കിൽ ആ ബന്ധം വിട്ട് വലത്തോട്ട് പോകുന്നൊരു വിഷമമാണ് അവർക്കുള്ളത്. ആ വിഷമമല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ അവരുടെ വിഷയം രണ്ടും രണ്ടാണ്. അവരുടെ ഒരാൾ വിട്ടുപോവുകയാണ്. സാമാന്യം ഭേദപ്പെട്ട വോട്ടുകൾ, പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത്, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, വയനാട് ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, പാലക്കാട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ, ഇങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ സാമാന്യ ഭേദപ്പെട്ട വോട്ടുള്ളൊരു സംവിധാനം അവരെ വിട്ടുപോകുന്ന വിഷമമാണ് അവർക്ക്. അപ്പോൾ അത് UDFിലേക്ക് പോയിരിക്കുകയാണ്, കൃത്യമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ അൻവർ ഇത്രയേറെ വോട്ടുകൾ പിടിച്ചിട്ടും
ഈ അൻവർ ഇത്രയേറെ വോട്ടുകൾ പിടിച്ചിട്ടും UDF വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവിടെ UDF വോട്ടിലേക്കും അൻവർ കയറി ചെന്ന് അൻവർ UDF ഇതിലും വലിയ ക്ഷീണം സംഭവിപ്പിക്കുമായിരുന്നു. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിൻ്റെ സഹായമാണ് UDF തുണയായത്. അല്ലാണ്ട് UDF ജനപിന്തുണ കൂടിയിട്ടൊന്നില്ല. 3000 വോട്ടിലാണോ ജയം? 700 വോട്ടിലാണോ ജയം? അല്ല, പറഞ്ഞുതരാം. 3000 വോട്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ്. അവർക്ക് അത്രയും നല്ല വോട്ട്. അവർക്ക് അതിലും അധികം വോട്ട് സ്വാധീനിക്കാനുള്ള, അവരുടെ പോക്കറ്റിലുള്ള വോട്ട് മാത്രമല്ല, അവർക്ക് സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട്. അതൊരു ഇസ്ലാമിക ഐഡിയോളജിക്കൽ ഒരു സംവിധാനമാണ്. അവർക്ക് കൃത്യമായ അജണ്ടകളുണ്ട്, പ്രവർത്തന പദ്ധതികളുണ്ട്, അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ക്ഷീണം അൻവറിനെ കൊണ്ട് ഒരു 790 വോട്ടിൻ്റെ അടുത്ത് വരെ മാത്രം എത്തിക്കാൻ അവരെ സഹായിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി നിഷ്പക്ഷത പാലിച്ചിരുന്നെങ്കിൽ, അല്ല ഇടതുമുന്നണിയുടെ ഭാഗത്താണ് നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഫലം. ഒരു പക്ഷേ ഇതിലും ടൈറ്റ് ആവുമായിരുന്നു മത്സരം. അപ്പം അതുകൊണ്ട് UDF കൃത്യമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ പിന്തുണയാണ്. അത് UDF മനസ്സിലാക്കണം. അതിൽ ഒളിച്ചു കളിച്ചിട്ട് കാര്യമില്ല. ലീഗുകാർക്ക് അറിയുമെന്ന് അറിഞ്ഞൂടാ, കോൺഗ്രസ്സുകാർ തീരുമാനിച്ച കാര്യമാണ്. പുറത്ത് പിന്തുണ പ്രഖ്യാപിക്കുന്നു വെൽഫെയർ പാർട്ടി, അവരുടെ പിന്തുണയുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ ചില കാര്യങ്ങളിൽ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അത് പിന്നീട് ലീഗായാലും VD സതീശനായാലും പിന്നീട് വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു രഹസ്യ ബാന്ധവത്തിൻ്റെ സ്വഭാവം ഇല്ല എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ മനസ്സിലാക്കൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.